ലേബി, കൊച്ചിയിലും മഴയുണ്ടെന്ന് തോന്നുന്നു, കൊടയൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പം ഒരുപാട് മഴ വിവരങ്ങളാണ് വന്നത്. തൃശ്ശൂർ അടക്കം ഒരുപാട് പ്രദേശങ്ങളിൽ മധ്യ കേരളത്തിൽ കനത്ത മഴയായിരുന്നു എന്നറിയുന്നു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. എന്താണ് മധ്യ കേരളത്തിലെ മഴ വിശേഷങ്ങൾ, ലേബി? ഡോക്ടർ അരുൺ, മധ്യകേരളത്തിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മധ്യകേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ തുടരുന്നു എന്നത് തന്നെയാണ് പ്രധാനം. ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെയും അതുപോലെ തന്നെ മൂന്നാറിലെയും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലും. തൃശ്ശൂരിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കടുങ്ങല്ലൂർ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. അതുപോലെ തന്നെ ഏലൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള കുറ്റിക്കാട്ടുകരയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെ 30ഓളം വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കോതമംഗലം പ്രദേശത്ത് ഒരാളെ ഒഴുക്കിൽ കാണാതായിട്ടുണ്ട്. ഒപ്പം തന്നെ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആലുവ മണപ്പുറം വെള്ളത്തിനടിയിലായി. ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. അത്തരത്തിൽ കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും എല്ലാം ഒരുപോലെ മഴക്കെടുതി രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് എറണാകുളം ജില്ലയിൽ. ആലപ്പുഴയിലെയും കോട്ടയത്തെയും അവസ്ഥയെല്ലാം സമാനമായ രീതിയിൽ തന്നെയാണ്. ഡോക്ടർ അരുൺ, ഓക്കെ, ലേബിയാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ പൊതുവെ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.